ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു മസാല ദോശ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഇത് ഞാൻ മസാല ദോശ മാവും എങ്ങനെ ഉണ്ടാക്കുകയാണെന്നും കാണിച്ചു തരും. അതുപോലെ പൊട്ടാറ്റോ ഫില്ലിങ്ങും ആണ് കാണിച്ചു തരുന്നത്. പിന്നെ റെഡ് ചട്നി ഉണ്ട്. ഞാൻ റെഡ് ചട്നി ഷോർട്ട് കട്ടായിട്ട് ഉണ്ടാക്കും. പിന്നെ ഇത് ഞാൻ വെറ്റ് ഗ്രൈൻഡറിലാണ് മാവ് അരച്ചത്. അപ്പോൾ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഞാൻ കാണിക്കാൻ പോണത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് മൈസൂർ മസാല ദോശ എന്നും പറയും. അത് റെഡ് ചട്നി ചേർക്കുന്നത് കൊണ്ടാണത് മൈസൂർ മസാല ദോശ എന്ന് പറയുന്നത്. ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്ന ദോശ ഉണ്ടാവൽ. ഇടയ്ക്ക് ക്രിസ്പി ഉണ്ടാവാനുള്ള ട്രിക്സൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ മസാല ദോശയ്ക്ക് അരിയും ഉന്തും അങ്ങനെയുള്ള കാര്യങ്ങൾ എത്രയൊക്കെ എടുക്കണം അങ്ങനെ ഉള്ളതൊക്കെയാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരുന്നതാണ്. വീഡിയോ കുറച്ച് ലെന്തായിരിക്കും. പക്ഷേ മസാല ദോശ ഇഷ്ടമുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നമുക്ക് റെസിപ്പി നോക്കാം. ഇതിലേക്ക് ഞാൻ 4 കപ്പ് അരിയാണ് എടുത്തത്. അപ്പോൾ ഇതിലേക്ക് ഉഴുന്ന് ഒക്കെ എത്ര എടുത്തെന്ന് പറഞ്ഞുതരാം. ഇതിലേക്ക് 3/4 കപ്പ് ഉഴുന്ന്, 1 പിടി കടലപ്പരിപ്പ്, പിന്നെ ഒരു 3-4 ടീസ്പൂണ് ഇല്ലെങ്കിൽ സ്പൂണ് സാവോനരി 4-5 മണിക്കൂറൊന്നും കുതിർത്തിടണ്ട, ഒരു അരമണിക്കൂർ കുതിർത്തിയാലും മതി. പിന്നെ ഒരു 2 ടീസ്പൂണ് ഉലുവ. ഇതിത്രയാണ് സാധനം. ഇത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, എന്തൊക്കെയാണ് ഇട്ടത്, എന്താ അളവെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്നിട്ട് ഞാനിത് വെറ്റ് ഗ്രൈൻഡറിലേക്ക് ഇടുകയാണ്. മിക്സിയിൽ അരിക്കുന്നവർക്കും മിക്സിയിൽ അരിക്കുക. പക്ഷേ വെറ്റ് ഗ്രൈൻഡറിൽ ഇടുന്ന ഗുണം എന്ത് പറഞ്ഞാൽ മിക്സിയിലിട്ടാൽ പെട്ടെന്ന് അറിഞ്ഞു കിട്ടും. വെറ്റ് ഗ്രൈൻഡറിൽ ഇടുകയാണെങ്കിൽ ഒരു 10-15 മിനിറ്റ്സ് സമയം എടുക്കും. പക്ഷേ വെറ്റ് ഗ്രൈൻഡറിൽ ഇടുകയാണെങ്കിൽ ഞങ്ങളെ മാവ് നല്ലോണം അരിഞ്ഞിട്ട് നല്ല ഫ്ലഫി ആയിട്ട് നല്ല പത ഉണ്ടാവും. പത ഉണ്ടായാലാണ് ഞങ്ങളെ ദോശ മാവാണെങ്കിലും ഇഡ്ഡലി മാവാണെങ്കിലും നല്ല ഫ്ലഫി ആയിട്ട് അതുപോലെ സ്പോഞ്ചിയോ ക്രിസ്പിയോ ഉണ്ടാവലും. പിന്നെ എന്താ പറഞ്ഞാൽ മാവ് ഒരുപാടുണ്ടാവും. ഞങ്ങൾ മിക്സിയിലടിച്ച് ഞങ്ങളെ മാവിക്ക് ഒതുക് കുറവെന്ന് പറയും. മലയാളത്തിൽ അതിനെന്താ പറയലെന്ന് അറിയില്ല എനിക്ക് പ്രോപ്പറായ വാക്ക്. എന്താ പറഞ്ഞാൽ പറഞ്ഞാൽ മിക്സിയിൽ അരച്ചാൽ മാവ് പൊന്തി വരുമ്പോൾ കുറച്ചേ മാവ് ഉണ്ടാവുള്ളൂ. അത് ഞങ്ങൾ വെറ്റ് ഗ്രൈൻഡറിലോ അല്ലെങ്കിൽ ഞാൻ മീൻകറി ഉണ്ടാക്കിയ ഗ്രൈൻഡറിലില്ലേ അതിലും ഞങ്ങൾ ഈ മാവ് അരയ്ക്കുന്നതാണ്. അതിലൊക്കെ അരച്ചാൽ ഞങ്ങൾ മാവ് കൂടുതലായിട്ടുണ്ടാവും. അതായത് ഞങ്ങൾ റൈസ് കുക്കറിൽ ഉണ്ടാക്കുന്ന ചോറുക്കും പിന്നെ അടുപ്പിലുണ്ടാക്കുന്ന ചോറുക്കുള്ള വ്യത്യാസം ഉണ്ടാക്കുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും. അതുപോലെയാണ് വെറ്റ് ഗ്രൈൻഡറിൽ ഉണ്ടാക്കുകയാണെങ്കിൽ മാവ് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടും ഉണ്ടാവും. അതുപോലെ നല്ല ഒരുപാട് മാവും ഉണ്ടാവും. അതിനാണ്. പിന്നെ കുറേ സ്റ്റെപ്പ് ബാച്ചായിട്ട് ഞങ്ങൾക്ക് അരിക്കും വേണ്ട, ഒറ്റയടിക്ക് ഇട്ടാൽ മതി. ഇപ്പം ഞാൻ ഇതിലേക്ക് ഞങ്ങളെ ഉഴുന്ന് പിന്നെ കടലപ്പരിപ്പുള്ള കൂട്ടുണ്ടല്ലോ അതാണ് ഇട്ടത്. ഇത് ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ആദ്യം തന്നെ മിക്സിയിൽ വെറ്റ് ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ഒന്ന് ചുറ്റി വരുമ്പോൾ തന്നെ പിന്നെ വെള്ളം കുറച്ചായിട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എഡ്ജൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നേക്കാൾ നല്ലത് അങ്ങനെയാണ്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് ഇല്ലെങ്കിൽ ഒരു പിടി പിടിക്കുന്ന പോലെ ആയിരിക്കില്ല, 1 കപ്പ് അളവിലുള്ള വെന്ത ചോറ്. ഇത് മോട്ടച്ചോറാണെങ്കിലും ബാരിക് ചോറാണെങ്കിലും ഇല്ലെങ്കിൽ പച്ചരി ചോറ്, ഏത് ചോറും കുഴപ്പമില്ല, ചോറാണ്. അത് 1 പിടി ഇട്ടിട്ട് വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കുക. കാരണം കട്ടിയാണെങ്കിൽ പിന്നെ മിക്സിയോ ഗ്രൈൻഡറോ അങ്ങോട്ട് മുമ്പോട്ട് അറിയില്ല. മിക്സി ആണെങ്കിൽ അവിടെ സ്റ്റോപ്പായും ചെയ്യും. അപ്പോൾ കുറച്ചുകൂടി തിക്കാവും. ചോറിടുമ്പോൾ ഇത് നല്ല തിക്കാവും. അതുകൊണ്ട് കുറച്ച് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞങ്ങൾ ഉഴുന്ന് കട്ടിക്കല്ല, വെള്ളം ഒഴിച്ചിട്ട് അരിക്കുകയാണെങ്കിൽ പിന്നെ അത് ബാലൻസ് ആവും. അത് ഞങ്ങൾക്ക് അരിക്കുമ്പോൾ മനസ്സിലാവും വെള്ളം വേണോ വേണ്ടേന്ന്. ഇപ്പം ഞങ്ങൾ ഉഴുന്നും അരിയും ഒക്കെ കൂടി നല്ല ഫൈനായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഉഴുന്നും അരിൻ്റെ ചോറിൻ്റെ കൂട്ട് നല്ല ഫൈനായി അരിയണം. ഒന്നും കയ്യിൽ തരിപ്പൊന്നും പാടില്ല. അത് അരിഞ്ഞ ശേഷം ഞങ്ങൾ ഇനി അരി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് അരി ഇടുമ്പോൾ ഉന്തൊക്കെ എടുക്കുകയാണെങ്കിൽ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുമിച്ച് അരിക്കരുതെന്നുള്ളൂ. പക്ഷേ ഒന്ന് അരച്ച ശേഷം നെക്സ്റ്റ് അത് ഉന്ത് അരച്ച ശേഷം അതിലേക്ക് തന്നെ അരിയിട്ടാൽ കുഴപ്പമൊന്നുമില്ല. ഒരുമിച്ച് അരിഞ്ഞ ഉന്ത് ശരിക്കും അറിയില്ല, അരി പെട്ടെന്ന് അറിയും. അതുകൊണ്ടാണ്. എന്നിട്ട് അരി ഇട്ട് കൊടുത്തിട്ട് വെള്ളം വേണോ നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല മിക്സൊക്കെ ചെയ്തിട്ട് നല്ല അരിക്കാൻ വിടുക. ഇനി
ഞങ്ങളുടെ നാട്ടിലൊക്കെ മാംഗ്ലൂർ സൈഡിലൊക്കെ ഞങ്ങൾ ദോശ പറഞ്ഞ ഒരു നൊസ്റ്റാളജിയാണ്. ദോശ പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ എൻ്റെ ഹസ്ബൻഡ്ക്കൊന്നും ദോശ അത്ര ഇഷ്ടമല്ല. അത് നേരെ മറിച്ച് എൻ്റെ നാത്തുമാർക്കൊക്കെ ദോശ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തിരൂരിൽ ഞാൻ ദോശ ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ നാത്തുമാർ വരണം. അപ്പോൾ ഇത് ഞാൻ വീട്ടിലുണ്ടാക്കുകയാണ്. അപ്പോൾ ദോശ അരിഞ്ഞ് മാവൊക്കെ കറക്റ്റായിട്ട് എല്ലാം അരിഞ്ഞു. അപ്പോൾ ഇന്ന് ഒരു പാത്രത്തിലേക്ക് എടുക്കുക. കുറച്ചുകൂടി വലിയ പാത്രത്തിലേക്ക് എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 2 സ്പൂണ് അല്ലെങ്കിൽ 1.5 സ്പൂണ് പഞ്ചസാര ഇടുക. അതാണ് ഇതിൻ്റെ ടിപ്സ്. ക്രിസ്പി ആയിട്ട് വരും, പിന്നെ പെട്ടെന്ന് പൊങ്ങി വരികയും ചെയ്യും. എന്നിട്ട് ഒരു 1/2 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക. ഫുൾ ഉപ്പിട്ട് തന്നെ ഇട്ട് കൊടുക്കരുത്, കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നല്ലോണം കയ്യിൽ മിക്സ് ചെയ്യണം. അതായത് കയ്യിൽ നല്ലോണം മിക്സ് ചെയ്യണം. കയ്യിൽ വെച്ച് മിക്സ് ചെയ്ത് ഒരിക്കലും മാവ് പൊങ്ങി വരില്ല പ്രോപ്പറായിട്ട്. അപ്പോൾ നല്ല അടിച്ചിട്ട് ഒരു 5 മിനിറ്റോളം മിക്സ് ചെയ്യണം. എന്തിനാ മിക്സ് ചെയ്യുന്നത് പറഞ്ഞാൽ ഞങ്ങൾ അരിൻ്റെ വെയിറ്റ് കുറവായത് കൊണ്ട് അടിക്ക് പോവും, ഉഴുന്ന് മുകളിൽ പൊങ്ങി വരും. അതിനാണ് നല്ല അടിച്ച് മിക്സ് ചെയ്യണം. മാവ് പുളിച്ചിട്ട് പെട്ടെന്ന് പൊന്തി വരണം. എന്നിട്ട് ഇതൊരു 7-8 മണിക്കൂർ ഞങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി 7-8 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഈ മസാല ഉണ്ടാക്കുന്നത്. ഇത് ഞങ്ങൾ പൊട്ടാറ്റോ ഫില്ലിങ്ങാണ് ഉണ്ടാക്കുക. അതിലേക്ക് ഒരു 3-4 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് അതിൽ കടുക് പൊട്ടിക്കുക. എന്നിട്ട് ജീരകം പൊട്ടിക്കുക, ചെറിയ ജീരകം. എന്നിട്ട് അതിലേക്ക് ഫൈനായി ചോപ്പ് ചെയ്ത കുറച്ച് ഇഞ്ചി ഇടുക. ജീരക പൊടിയുള്ളവർ ജീരകം ഇടണമെന്നില്ല, പിന്നെ പൊടി ഇട്ടാൽ മതി. എന്നിട്ട് ഇതിലേക്ക് എരിവിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് വേണ്ട, ചുമന്ന മുളക് എന്നുള്ളവർ 50-50 ആക്കി ഇടുക. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ പച്ചമുളക് ഇടുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ഉള്ളിയാണ്, 2 വെല്ലുള്ളിയാണ് ഇത് ഞാൻ എടുത്തത്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം വഴറ്റുക. ഇത് നല്ല സോഫ്റ്റ് ആവണം. വഴറ്റിയിട്ട് പച്ച ഒന്നും വായി കടിക്കാൻ കിട്ടരുത്. നല്ലോണം വഴറ്റി ഇത് എന്താ പറയുക, ഞങ്ങൾ ഗോൾഡൻ ബ്രൗൺ ആവാൻ പാടില്ല, എന്നാലും നല്ലോണം സോഫ്റ്റ് ആവണം. ഒരു 10-15 മിനിറ്റോളം വേണ്ടി വരും ഇത് നല്ലോണം ഒന്ന് വഴന്ന് വരാൻ. എന്നിട്ട് എൻ്റെ കയ്യിലൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാനിത് കടുക് പൊട്ടിക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടലപ്പരിപ്പും ഉഴുന്നും കൂടി പൊട്ടിക്കണമായിരുന്നു. അതാണ് ഇവിടുത്തെ ഒത്തൻറ്റിക് ആയിട്ട് ഉണ്ടാക്കൽ. അപ്പോൾ ഞാൻ മറന്നതായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളി സൈഡാക്കിയിട്ട് ഞാനൊരു സൈഡിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ട്, എന്നിട്ട് ഞങ്ങൾ കടലപ്പരിപ്പും പിന്നെ ഉഴുന്നും കൂടി ഇട്ട് ഒന്ന് മുരിച്ചെടുത്തു. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്തു. ഇത് ഇപ്പോൾ ഇടണമെന്നില്ല. ഇത് ഞങ്ങൾ കടുകും ജീരകം പൊട്ടിച്ച ഉടനെ പൊട്ടിക്കേണ്ടതാണ്. പക്ഷേ ഞാൻ മറന്നു പോയപ്പോൾ പിന്നെ എനിക്ക് ഓർമ്മ വന്ന് അപ്പോഴാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഉള്ളി ഇനിയും സോഫ്റ്റ് ആവണം. ഇപ്പോൾ ഏകദേശം സോഫ്റ്റായി. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. ജീരകം നേരത്തെ ഇടാത്തവർ ജീരകപ്പൊടി ഉണ്ടെങ്കിൽ ജീരകപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് സ്മാഷ് ചെയ്ത പൊട്ടാറ്റോ വേവിച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതൊരു 1/2 കിലോളം പൊട്ടാറ്റോ ഉണ്ട്. എന്നിട്ട് പൊട്ടാറ്റോ ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്യണം. പിന്നെ പൊട്ടാറ്റോ നല്ലോണം വെന്ത് നല്ലോണം വടിക്കണം. കല്ല് അങ്ങനെ കട്ടി ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പം ഞങ്ങൾ ദോശ കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതിങ്ങനെ കട്ടിയായി കടിക്കാൻ കിട്ടും. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. നല്ലൊന്ന് എല്ലാ സൈഡും മിക്സ് ആവുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഞങ്ങൾക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ദോശൻ്റെ മാവ് കണ്ടാൽ അറിയാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഒരു 8 മണിക്കൂർ ഞാൻ വെച്ചിട്ടുള്ളൂ. ഇതിൽ ഞാൻ അപ്പക്കാരോ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല. കുറച്ച് ചൂടുള്ള സമയമാണ്. ഞാൻ രാവിലെ അരച്ച് വെച്ചു. ഇത് രാത്രി ഡിന്നർക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് റെഡ് ചട്നി ഉണ്ടാക്കും. ഞങ്ങൾ മൈസൂർ മസാല ദോശയ്ക്ക്. ബട്ട് റെഡ് ചട്നി ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 3 സ്പൂണ് നെയ്യാണ് എടുത്തത്. അതൊന്ന് പാനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുത്ത് അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ വളരെ കുറച്ച് എരിവില്ലാത്ത കശ്മീരി മുളക് പൊടിയാണ്. കശ്മീരി മുളക് പൊടി ഒന്ന് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇത് റെഡ് ചട്നി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് എരിവുണ്ടാവും. എൻ്റെ വീട്ടിലാർക്കും എരിവ് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. റെഡ് കളർ കാണാൻ വേണം. ഇങ്ങനെ ഒരു റെഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവും. എന്നിട്ട് ഞങ്ങൾക്ക് ദോശ ചുട്ടെടുക്കുക. ദോശ പാന് ചൂടായപ്പോൾ ഒന്ന് വെള്ളം സ്പ്രിങ്കിൾ ചെയ്യണം. അപ്പോൾ ചൂട് ബാലൻസ് ആവും, അതിന് വേണ്ടിയാണ്. ഇല്ലെങ്കിൽ ഞങ്ങൾ ദോശ ചുടുമ്പോൾ ഇടയ്ക്കിടെ കട്ടായി പോവും, ലംസ് വരും. എന്നിട്ട് നല്ലോണം ചുറ്റിച്ചെടുക്കുക. എൻ്റെ അടുത്ത് മസാല ദോശൻ്റെ പാനാണ് ആദ്യം വെച്ചത്. പക്ഷേ അത് ഫുള്ളായിട്ട് എൻ്റെ ക്യാമറയൊക്കെ കവർ ആവണില്ല. അതുകൊണ്ടാണ് ഞാൻ ചെറുത് വെച്ചത്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ മുളക് പൊടി ഇട്ട് വെച്ച
നെയ്യും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ. എന്നിട്ട് ഞങ്ങൾ ഫില്ലിങ്ങും വെച്ചിട്ട് ഞങ്ങൾക്ക് എങ്ങനെയാണോ ഫോൾഡ് ചെയ്യാൻ ഇഷ്ടം മസാല ദോശ അതുപോലെ ഫോൾഡ് ചെയ്യുക. റൗണ്ടാക്കിയിട്ട് വേണമെങ്കിലും ചെയ്യുക, ഇങ്ങനെ വേണമെങ്കിലും ഫോൾഡ് ചെയ്യുക. അത് അവരവരെ ഇഷ്ടമാണ്, എങ്ങനെ വേണമെങ്കിലും അങ്ങനെ. ഇതിലേക്ക് സാമ്പാറും പിന്നെ കോക്കനട്ട് ചട്നീൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോയും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. വീഡിയോ ഓൾറെഡി ലോങ്ങായി, മാവൊക്കെ അരിക്കണ കാണിക്കുന്നത് കൊണ്ട് വീഡിയോ അത്യാവശ്യം ലോങ് ആയിട്ടുണ്ട്. ഇനി അതും കൂടി കാണിച്ചാൽ വീഡിയോ അത്യാവശ്യം ലോങ് ആവും. അതുകൊണ്ടാണ് ഞാൻ അടുത്ത ചട്നി ഞങ്ങൾ ഇഡ്ഡലി എന്തായാലും ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നതാണ്. ഞങ്ങൾ പകുതി ദോശ വെന്ത് വരുമ്പോഴാണ് ഈ നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം നല്ല പെർഫെക്റ്റായിട്ട് ക്രിസ്പിയും ഈ ഒരു ബ്രൗൺ കളറും ആവും. അങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ എൻ്റെ മസാല ദോശ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മസാല ദോശ ഉണ്ടാക്കി എല്ലാവരും അഭിപ്രായം അറിയിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.